ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കായിട്ടാണ്. നമ്മുടെ സോഷ്യോളജി യൂണിറ്റ് 1 ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ യൂണിറ്റ് 2 ടോപ്പിക്കായ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, അതുപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി. ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് സോഷ്യോളജി, അതിൻ്റെ ഒരു ഡെഫിനിഷനും അതോടൊപ്പം തന്നെ നേച്ചർ ഓഫ് സോഷ്യോളജി. സ്കോപ്പ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് പാർട്ട് 1ഉം പിന്നെ പാർട്ട് 2 വീഡിയോ ഞാൻ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സോഷ്യോളജി ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ്. Definition. Sociology is the scientific study of society, social relationships, social institutions, and social behavior. It seeks to understand the ways in which social structures, cultural norms, and societal institutions shape human interactions and influence individual and group behavior. Sociologists examine patterns of social relationships, social interaction, and culture, and how these elements evolve over time. They use various methods including qualitative and quantitative research to analyze social phenomena and address issues such as inequality, deviance, and social change. എന്താണ് സോഷ്യോളജി? സമൂഹം, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ റിലേഷൻ, സാമൂഹിക പെരുമാറ്റം എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സോഷ്യോളജി. സാമൂഹിക ഘടനകൾ, സാംസ്കാരിക മാനദണ്ഡങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ എന്നിവ മനുഷ്യ ഇടപെടലുകളെ രൂപപ്പെടുത്തുകയും വ്യക്തിഗതവും കൂട്ടവുമായ പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്ന വഴികൾ മനസ്സിലാക്കാൻ ഇത് ശ്രമിക്കുന്നു. സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക ഇടപെടൽ, സംസ്കാരം എന്നിവയുടെ രീതികളും കാലക്രമേണ ഈ ഘടകങ്ങൾ എങ്ങനെ വികസിക്കുന്നുവെന്നും സാമൂഹ്യശാസ്ത്രത്തിൽ പരിശോധിക്കുന്നു. സാമൂഹിക പ്രതിഭാസങ്ങൾ വിശകലനം ചെയ്യുന്നതിനും അസമത്വം, വ്യതിയാനം, സാമൂഹിക മാറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ, അതായത് ഇന്നിക്വാളിറ്റി, അതുപോലെ തന്നെ ഡീവിയൻസ്, അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ച് തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവർ ഗുണപരവും അളവുപരവുമായ ഗവേഷണം ഉൾപ്പെടെ വിവിധ രീതികൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്കറിയാം എന്താണ് സോഷ്യൽ ഇൻറ്ററാക്ഷൻസ്, പിന്നെ സാമൂഹിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക പെരുമാറ്റം, മനുഷ്യൻ്റെ വിവിധ ബിഹേവിയേഴ്സ്, ഇതൊക്കെ പഠിക്കുന്നതിന് നമ്മൾ സോഷ്യോളജി ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ കൾച്ചർ, അല്ലെ, കൾച്ചർ, സംസ്കാരം, അതുപോലെ തന്നെ സാമൂഹിക ഇടപെടലുകൾ, സൊസൈറ്റിയുടെ ഇടപെടലുകൾ, അങ്ങനെയുള്ള ഘടകങ്ങളെയൊക്കെ നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതിലൊരുപാട് റിസർച്ചുകൾ, അല്ലേ, ഒരുപാട് എന്താ പറയുക റിസർച്ചുകളൊക്കെ സോഷ്യോളജിയിൽ നടക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊന്നും സോഷ്യോളജി റിസർച്ചിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പിന്നീട് അത് ഒരു ഡിസിപ്ലിനായി അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റായിട്ട് അംഗീകരിക്കുകയും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് GS ഗുരായ എന്ന് പറയുന്ന ഒരു ആന്ത്രപ്പോളജിസ്റ്റ്, അദ്ദേഹമാണ് സോഷ്യോളജി ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സോഷ്യോളജിയെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയാനുള്ളത്. പിന്നെയുള്ളത് നേച്ചർ ഓഫ് സോഷ്യോളജിയാണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓരോ സ്ലൈഡിനാൽ ഓരോ നേച്ചർ, ഓരോ കണ്ടൻ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സയൻറ്റിഫിക് സ്റ്റഡി. അപ്പോൾ എന്താണ് സയൻറ്റിഫിക് സ്റ്റഡി? ശാസ്ത്രീയ പഠനം. ഇപ്പോൾ സോഷ്യോളജി യൂസസ് സയൻറ്റിഫിക് മെത്തേഡ്സ് ടു കളക്ട് ഡാറ്റ ആൻഡ് ഫോർമുലേറ്റ് തിയറീസ്. ഇറ്റ് റിലൈസ് ഓൺ എംപിരിക്കൽ എവിഡൻസ് ആൻഡ് റിഗറസ് റിസർച്ച് മെത്തേഡ് ടു സ്റ്റഡി സോഷ്യൽ ഫിനോമിന. അപ്പോൾ നമുക്കറിയാം സോഷ്യോളജിയിൽ ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡിയാണെന്ന് ഓഗസ്റ്റ് കോംറ്റെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ. അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് സോഷ്യോളജി ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തത്. അപ്പോൾ നമുക്കറിയാം സയൻസ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഫൈൻഡിങ്സ് എത്തുക. ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്യുന്നു, ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നു, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഡാറ്റ അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതിനുശേഷം അതിൻ്റെ കൺക്ലൂഷനിലെത്തുന്നു. അതാണ് സയൻസ്. അപ്പോൾ സോഷ്യോളജിയും അതുപോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സാമൂഹ്യശാസ്ത്രം ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നു. സാമൂഹിക പ്രതിഭാസങ്ങളെ പഠിക്കുന്നതിന് ഇത് അനുഭവപരമായ തെളിവുകളുടെയും കർശനമായ ഗവേഷണ രീതികളെയും ആശ്രയിക്കുന്നു. അപ്പോൾ അതാണ് സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സയൻസ് തന്നെയാണെന്നാണ് അത് പറയുന്നത്. അതാണ് ഒന്നാമത്തെ നേച്ചർ. രണ്ടാമത്തെ കാര്യം സോഷ്യൽ സ്ട്രക്ചേഴ്സ്, സാമൂഹിക ഘടനകൾ. സോഷ്യോളജി എക്സാമിൻ ദ ഓർഗനൈസ്ഡ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് മേക്കപ്പ് സൊസൈറ്റി. This includes institutions like family, education, region, and government.
അതായത് സമൂഹത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹിക ബന്ധങ്ങളുടെയും സാമൂഹിക സ്ഥാപനങ്ങളുടെയും സംഘടിത രീതികൾ സോഷ്യോളജി പരിശോധിക്കുന്നു. കുടുംബം, വിദ്യാഭ്യാസം, മതം, സർക്കാർ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അതാണ് രണ്ടാമത്തെ നേച്ചർ, സോഷ്യൽ സ്ട്രക്ചേഴ്സ്. തേർഡ് വൺ, സോഷ്യൽ ഇൻ്ററാക്ഷൻ, അതായത് സാമൂഹിക ഇടപെടൽ. എ കോർ ഫോക്കസ് ഈസ് ഓൺ ഹൗ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ്ററാക്ട് വിത്തിൻ സൊസൈറ്റി. ദിസ് ഇൻക്ലൂഡ്സ് സ്റ്റഡിയിങ് കമ്മ്യൂണിക്കേഷൻസ്, സോഷ്യലൈസേഷൻ ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അപ്പോൾ വ്യക്തികളും ഗ്രൂപ്പുകളും സമൂഹത്തിനുള്ളിൽ എങ്ങനെ ഇടപെടുന്നു എന്നതാണ് പ്രധാന കാര്യം. ആശയവിനിമയം, സാമൂഹികവൽക്കരണം, ഗ്രൂപ്പ് ചലനാത്മകത എന്നിവ പഠിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പായിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലേ, സോഷ്യൽ ഡൈനാമിക്സ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, സോഷ്യലൈസേഷൻ, ഇതൊക്കെ സോഷ്യൽ ഇൻ്ററാക്ഷനിൽ വരുന്നതാണ്. നാലാമത്തെ, കൾച്ചറൽ നോംസ് ആൻഡ് വാല്യൂസ്. സോഷ്യോളജി എക്സ്പ്ലോർസ് ദ ഷെയർഡ് ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ഷെയർ ബിഹേവിയർ ആൻഡ് ഗൈഡ് സോഷ്യൽ ലൈഫ്. അതായത് സാംസ്കാരിക മാനദണ്ഡങ്ങളും മൂല്യങ്ങളും പെരുമാറ്റത്തെ രൂപപ്പെടുത്തുകയും സാമൂഹിക ജീവിതത്തെ നയിക്കുകയും ചെയ്യുന്ന പങ്കിട്ട വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നിവ സാമൂഹ്യശാസ്ത്രം പര്യവേഷണം ചെയ്യുന്നു. അപ്പോൾ അതായത് നമുക്കറിയാം സോഷ്യോളജി വാല്യൂസ് ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മൂല്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൾച്ചർ, ട്രഡീഷൻസ്, ഇതൊക്കെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു കൾച്ചർ അല്ലെങ്കിൽ വാല്യൂസ്, നോംസ് പ്രിസർവേഷൻ ചെയ്യുക അല്ലേ, അതായത് ഒരു ജനറേഷൻ മറ്റൊരു ജനറേഷൻ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ കൾച്ചർ പ്രിസർവേഷൻ ആണ് നടക്കുന്നത്. ട്രഡീഷണലായിട്ടുള്ള നോളേജ് ട്രാൻസ്ഫർ ചെയ്യുക, അതൊക്കെയാണ് സാംസ്കാരിക മാനദണ്ഡങ്ങളും മൂല്യങ്ങളും എന്ന് പറയുന്നത്, കൾച്ചറൽ നോംസ് ആൻഡ് വാല്യൂസിൽ വരുന്നത്. അതിൽ സോഷ്യോളജി ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് വരുന്നത്. അഞ്ചാമത് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ നമുക്കറിയാം സോഷ്യോളജിസ്റ്റ് സ്റ്റഡി ഹൗ സൊസൈറ്റീസ് ചേഞ്ച് ഓവർ ടൈം, ദ ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് ചേഞ്ച് ആൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ദീസ് ചേഞ്ചസ് ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ സാമൂഹിക മാറ്റം, അപ്പോൾ സോഷ്യോളജി പ്രധാനമായിട്ടും പഠിക്കുന്ന സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചാണ്. അതായത് നമുക്കറിയാം പണ്ടുണ്ടായിരുന്ന ഒരു കാലമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മളുടെ ജീവിത രീതിയിലാണെങ്കിലും ഡ്രസ്സിങ് സ്റ്റൈലിലാണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും നമ്മളുടെ ജോലിയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ടെക്നോളജിയുടെ ഇടപെടലും അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, പിന്നെ അതുപോലെ തന്നെ മൈഗ്രേഷൻ അല്ലെ, വെസ്റ്റേണൈസേഷൻ, പിന്നെ കൾച്ചറൽ ട്രാൻസ്മിഷൻ ഒക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. ഈ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ സോഷ്യോളജി പഠിക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് സമൂഹം മാറുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ജനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്, വ്യക്തികളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ സോഷ്യോളജി പഠിക്കുന്നു. അതാണ് സോഷ്യൽ ചേഞ്ചിൽ വരുന്നത്. അടുത്തത് സോഷ്യൽ ഇന്നിക്വാളിറ്റി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സോഷ്യോളജിയിൽ ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് ഇന്നിക്വാളിറ്റീസ് ഉണ്ടല്ലേ, ജെൻഡറിൻ്റെ പേരിലാണെങ്കിലും അതുപോലെ കാസ്റ്റിൻ്റെ പേരിലാണെങ്കിലൊക്കെ അതിനെക്കുറിച്ചും സോഷ്യോളജി പഠിക്കുന്നുണ്ട്. അപ്പോൾ എ സിഗ്നിഫിക്കൻറ്റ് ഏരിയ ഓഫ് സ്റ്റഡി ഈസ് ദ എക്സാമിനേഷൻ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇന്നിക്വാളിറ്റി ഇൻക്ലൂഡിംഗ് ഇഷ്യൂ റിലേറ്റഡ് ടു കാസ്റ്റ്, റേസ്, ജെൻഡർ ആൻഡ് അതർ സോഷ്യൽ ഡിവിഷൻ. ഇപ്പോൾ സാമൂഹിക അസമത്വമാണ് എന്ത് വരുന്നത്, സാമൂഹിക വിഭജനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ ക്ലാസ്സസ് അനുസരിച്ച് അല്ലേ, ഹൈ ആയിട്ടുള്ള ക്ലാസ്സിൽ ഉൾപ്പെടുന്നവരെ എപ്പോഴും നല്ല പ്രസ്റ്റീജിയസ് ലൈഫ് എൻജോയ് ചെയ്യുന്നു. അവരെല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. താഴേക്കിടയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ലോവർ ക്ലാസ്സിൽ ജീവിക്കുന്ന ആൾക്കാർക്ക്, തൊഴിലാളികൾ, അതുപോലെ തന്നെ പുവറായിട്ട് അന്നന്നത്തെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു രീതിയിലുള്ള എന്താ പറയുക സാമൂഹിക ഒരു പ്രസ്റ്റീജ് ലഭിക്കുന്നില്ല, സൊസൈറ്റിയിൽ ലഭിക്കുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് സോഷ്യൽ ഇന്നിക്വാലിറ്റിയിൽ വരുന്നത്. അടുത്തത് ഇൻ്റർ ഡിസിപ്ലിനറി ലൈൻസ്. അതായത് സോഷ്യോളജി ഓവർലാപ്സ് വിത്ത് അതർ സോഷ്യൽ സയൻസ് സച്ച് ആസ് സൈക്കോളജി, ആന്ത്രപ്പോളജി, എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, ഓഫറിംഗ് എ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സോഷ്യൽ ഇഷ്യൂസ്. അപ്പോൾ നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുന്നത് തനിയെ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അതിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്കതിനകത്ത് ഇൻ്റർ കണക്ട് ചെയ്യാൻ പറ്റും. അത് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട്. കാരണം സൈക്കോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യ മനസ്സുകളെക്കുറിച്ച് പഠിക്കുന്നതാണ്. അതും സോഷ്യോളജി തമ്മിൽ ബന്ധമുണ്ട്. ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് പുരാതന കാലത്തെ വസ്തുക്കളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ആന്ത്രപ്പോളജി. അതും സോഷ്യോളജിയും തമ്മിൽ ബന്ധമുണ്ട്. എക്കണോമിക്സ്, സമ്പദ്ഘടനയെക്കുറിച്ചൊക്കെ പഠിക്കുന്നത്, അതും ബന്ധമുണ്ട്. പൊളിറ്റിക്കൽ സയൻസായിട്ടും ബന്ധമുണ്ട്. ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് സോഷ്യോളജി തനിയെ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല, ഡിസിപ്ലിൻ അല്ല. അതിൽ ഒരുപാട് സബ്ജക്റ്റുകൾ ഇൻ്റർലിങ്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് സോഷ്യോളജി പഠിക്കാൻ സാധിക്കും. അതാണ് സോഷ്യോളജിയുടെ മറ്റൊരു നേച്ചർ എന്ന് പറയുന്നത്, ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചർ, ഇൻ്റർ ഡിസിപ്ലിനറി ലിങ്ക്സ്. ഓക്കെ,
അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്, വിമർശനാത്മക വീക്ഷണം. അപ്പോൾ സോഷ്യോളജി ഓഫൺ അഡോപ്റ്റ് എ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്, ക്വസ്റ്റ്യനിങ് എസ്റ്റാബ്ലിഷ്ഡ് സോഷ്യൽ നോംസ് ആൻഡ് പവർ സ്ട്രക്ചേഴ്സ് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് റിഫോം. ഇത് സാമൂഹ്യശാസ്ത്രം പലപ്പോഴും ഒരു വിമർശനാത്മക വീക്ഷണം സ്വീകരിക്കുകയും സ്ഥാപിത സാമൂഹിക മാനദണ്ഡങ്ങളെ അധികാരഘടനകളെയും ചോദ്യം ചെയ്യുകയും സാമൂഹിക നീതിക്കും പരിഷ്കരണത്തിനും വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ സോഷ്യോളജിയിൽ ഒരുപാട് റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റിസർച്ചുകളൊക്കെ നടക്കുന്നത് എന്തിനാണ്? പുതിയ പോളിസീസ് ഫോം ചെയ്യാൻ, സോഷ്യൽ പോളിസീസ്, ജനങ്ങൾക്ക് നല്ലത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെയാണ് സോഷ്യോളജിയുടെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇങ്ങനെ പോളിസീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലേ. അപ്പോൾ സാമൂഹ്യശാസ്ത്രം പലപ്പോഴും, അത് സോഷ്യോളജി പലപ്പോഴും ഒരു വിമർശനാത്മക വീക്ഷണം സ്വീകരിക്കുന്നു, ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് അല്ലേ. തെറ്റുകളെ ചൂണ്ടിക്കാട്ടുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി ആൻഡ് നേച്ചർ. അപ്പോൾ സ്കോപ്പ് നമ്മൾ നാളെ പുതിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.